പ്രിയപ്പെട്ട കൂട്ടുകാരെ, റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു കൃഷി കാഴ്ചകളായാലോ? കുറച്ച് കൃഷിയുടെ കാഴ്ചകളൊക്കെ കാണാം. ഇന്ന് ഒരു വാഴ വെട്ടിക്കളഞ്ഞതാണ്, തലപ്പ് വന്ന് കൊലച്ച് നിൽക്കുകയാണ്. അത് പിടിക്കില്ല, ഒരു കുറച്ച് കഴിയുമ്പോൾ പോവും. എന്നാലും ആ കാഴ്ച ഒരു സന്തോഷം തരുന്നതാണ്, വെട്ടിക്കളഞ്ഞിട്ടും പോവാതെ. ഇത് നല്ല വാഴക്കാഴ്ചകൾ. വാഴപ്പൂവ് നല്ല പോഷക സമൃദ്ധമാണ് കറിയൊക്കെ ഉണ്ടാക്കാൻ. ഇത് വാഴകളുടെ ഒരു ലോകം, പലതരം വെറൈറ്റി വാഴകൾ. എനിക്ക് വാഴകൾ ഭയങ്കര ഇഷ്ടമാണ്. വലിയ ഇലയുള്ള ഓരോ സസ്യങ്ങളെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വാഴകളും ചെടികളും ഒക്കെ നട്ടുണ്ടാക്കാൻ നോക്കും. അപ്പം പതുക്കെ മാങ്ങ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഒരെണ്ണം രണ്ടെണ്ണമൊക്കെ ഉണ്ടാവുള്ളൂ, പക്ഷെ അതിൻ്റെ ഒരു ഭംഗി വേറെ. 2 സപ്പോട്ട, കുറച്ച് കറിവേപ്പില ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ ഒരു സന്തോഷം നമുക്ക് കിട്ടൂലേ? അതാണ് ഏറ്റവും പ്രധാനം. നമ്മളിങ്ങനെ നല്ല രസത്തിൽ ഈ കരിമ്പ് പൂത്ത് നിൽക്കുന്നതാണ്. എന്ത് മനോഹരമായ കാഴ്ചയാണെന്നറിയോ? വെയിലൊക്കെ ആകുമ്പോൾ അതിങ്ങനെ തിരയടിക്കുന്ന പോലെ തിളങ്ങും അതിൻ്റെ പൂക്കൾ. ഇപ്പോൾ കുറച്ച് കൊഴിഞ്ഞു തുടങ്ങി കരിമ്പ് പൂത്തത്. നല്ലൊരു പൂവാണ്, ഒരു കൃഷിയാണ്, എല്ലാമാണ്. നല്ലോണം നിറയെ തണ്ടിലുണ്ടായി കിടക്കുന്ന ഇരുമ്പപ്പുളി. വേറെ വ്യത്യാസം ഉണ്ടാവും, പലയിടത്തും പല പേരിലായിരിക്കും അറിയപ്പെടുക. VNR ഗാവ, പേരയ്ക്ക, VNR പേര, അത് കായ്ച്ചു കിടക്കുന്നതാണ്. എന്തൊരു ഭംഗി! അതിൻ്റെ ഒരേ സമയം പൂക്കളും ചെറിയ കായ്കളും ഒക്കെ അതുമ്പോൾ തന്നെ ഉണ്ടാകും. മുളക്, ചുവന്ന മുളക്, പച്ചമുളക് പഴുത്ത് കിടക്കുന്നത്, അപ്പോൾ പറിക്കാൻ മറന്നുപോയി, ഒക്കെ പഴുത്തതാണ്. ഇത് തായ്ലാൻഡ് റെഡ് പേരയ്ക്ക. ഇതൊക്കെ മുറ്റത്ത് ഗ്രോ ബാഗിൽ വെച്ചിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഒരു വലിയ ഗ്രോ ബാഗിൽ കുറച്ച് വളമൊക്കെ ചേർത്ത് കൊടുക്കും എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ അത് ഇടയ്ക്കിങ്ങനെ ഉണ്ടാകും, പഴുക്കും. മുറ്റത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല രസമാണ്. അതിൻ്റെ ഇടയിൽ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ ഉണ്ട്, പലതരം തൈകളുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ് പേരയ്ക്ക. പഴങ്ങൾ നമ്മൾ ഭക്ഷിക്കണം നമ്മുടെ ഹെൽത്തിന്. അതേപോലെ ഇലക്കറികളും ഇതൊക്കെ നമ്മുടെ ഹെൽത്തിന് വളരെ ആവശ്യമാണ്. നമ്മളതിനെ ഒന്നും പാടെ അവഗണിച്ച് കളയാൻ പാടില്ല. ഒന്നും വലിയ ചിലവില്ലാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഒരു മുരിങ്ങയൊക്കെ ഒരു കറിവേപ്പൊക്കെ എല്ലാ വീട്ടിലും നട്ട് വളർത്തേണ്ടതാണ്. 2 വാഴ ഒക്കെ. നമുക്ക് ഒരു വാഴ എന്ന് പറയുമ്പോൾ നമ്മൾ നിസ്സാരമായിട്ട് കണക്കാക്കും. ഒരു വാഴയുടെ പൂവ്, അതിൻ്റെ കായ്കൾ, അത് പച്ചക്കറിയായിട്ടും പഴമായിട്ടും ഉപയോഗിക്കാം. അതിൻ്റെ ഉണ്ണിപ്പിണ്ടി മിക്കവാറും നമുക്ക് ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉള്ളവരായിരിക്കും. അപ്പോൾ അത് വളരെ ഉപകാരപ്രദമാണ്. തായ്ലൻഡ് ഗാവയുടെ പൂവാണ്. അതെന്ത് രസമാണ്! എനിക്കിഷ്ടമാണ്. പൂച്ചെടികളുടെ ഇടയിൽ അതും ഒരു പൂ പോലെ പൂത്ത് നിൽക്കുന്ന കാണാൻ. കായും രസം, പൂവും രസം, ചെടിയും രസം. അധികം വലിയതൊന്നല്ല, നമ്മൾ ഗ്രോ ബാഗിൽ വെക്കുന്നതുകൊണ്ട്. അപ്പോൾ അത് ഒരു പയറും അതിൻ്റെ ഇടയിൽ ചെറിയൊരെണ്ണം. ആ ഒന്നിന് എന്തൊരു ഭംഗിയാണ്! വെളുത്തിട്ട് ലോലയുടെ പയറാ തോന്നുന്നുണ്ട് കേട്ടോ. അത് എണ്ണ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഉണ്ടായി നിൽക്കുക. പാവം ചെടി. മുയലുകൾക്ക് പുല്ല് പറിക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ നിന്ന് കണ്ടതാണ് ഇതിനെ. അപ്പോഴും നടും, ചിലതൊക്കെ ഉണ്ടാവും, ചിലതൊക്കെ പോവും. ഈ പൂച്ചെടീൻ്റെ വിത്ത് അവിടെ ഇവിടെയൊക്കെ വിതറിയിടുക. വെള്ളം കിട്ടുന്നതിനനുസരിച്ച് അത് മുളച്ച് വളരും. അത് ഭയങ്കര നല്ലതാണ് നമ്മുടെ വിളകൾക്ക്. കാരണം ഈ പൂവ് ഉണ്ടെങ്കിൽ എപ്പോഴും തേനീച്ചകൾ വരും. ചെറിയ ഈച്ചകളും ശലഭങ്ങളും ഒക്കെ വരും. അപ്പോൾ ഇവിടെ ഇങ്ങനെ മത്തങ്ങയും അതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാകാൻ നല്ലതാണ്. അപ്പോൾ നമ്മൾ തേനീച്ചകളെയും ശലഭങ്ങളെയൊക്കെ ആകർഷിക്കുന്ന എന്തെങ്കിലുമൊക്കെ നമ്മുടെ തോട്ടങ്ങളിൽ നട്ട് വയ്ക്കണം. അപ്പോൾ ഈ പൂക്കളും അതിന് ഉപകാരമാണ്. ഇത് ബ്ലൂ ടീ ഉണ്ടാക്കാൻ നല്ലതാണ്. നീലശംഖുപുഷ്പം, വെളുത്ത മുളക് ഒക്കെ ഭംഗിയിൽ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുക. നമുക്ക് വിഷമില്ലാതെ കഴിക്കാം. കുറച്ചൊക്കെ നമുക്കൊരു വീട്ടിലേക്ക് ഒരാവശ്യത്തിന് ഒരു ദിവസത്തേക്ക് ഒരു 5-10 എണ്ണം മതി.
അത് നമുക്ക് എല്ലാ ദിവസവും ആവശ്യത്തിന് കിട്ടുക എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന പഴങ്ങളൊക്കെ കൊണ്ട് നമുക്കൊരു കാര്യം എന്തെങ്കിലും നമുക്ക് കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. നമുക്ക് ഒരു വട്ടപ്പഴം നമ്മുടെ വീട്ടിൽ തന്നെ അടുക്കി വെക്കാൻ കിട്ടിയാൽ ഇത്ര ഭംഗിയൊക്കെയുള്ള കായ്കളും ഒക്കെ നല്ല രസമല്ലേ കാണാൻ. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ ചെയ്യും. എനിക്കിഷ്ടമാണ്. എന്തിനിറങ്ങിയാലും എൻ്റെ കൂടെ ഒരു പട്ടിക്കുട്ടി ഉണ്ടാവും ഏത് സമയം. പിന്നെ ബോബനും മോളിയിലെ പട്ടിക്കുട്ടി പോലെ അതിങ്ങനെ കൂടെ നടക്കും. അവൾക്ക് ഫുഡൊക്കെ കൊടുത്താൽ എല്ലാം ഒന്നും കഴിക്കില്ല, എന്നാലും ചിലതൊക്കെ അവൾക്ക് ഇഷ്ടമാണ്. ഇത് അബിയു എന്നുള്ള പഴത്തിൻ്റെ തൈയാണ്. അബിയു നാരകം, കുഞ്ഞ് നാരകം ഗ്രോ ബാഗിൽ. കായ അതിൽ കുറേ ആയ ദിവസമായിട്ട് ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. നാരങ്ങ, മാങ്ങ, കച്ചാറിനൊക്കെ ഉള്ള വകകൾ കിട്ടും. പിന്നെ വാഴ, പലതരം വാഴ, ഞാലിപ്പൂവൻ വാഴ. എനിക്കിഷ്ടമാണ് വാഴയൊക്കെ ഇങ്ങനെ കാണാൻ. എൻ്റെ വീടിൻ്റെ മുന്നിലേക്ക് നോക്കിയാൽ എപ്പോഴും ഒരു കൊലയും ഒരു കുറച്ച് ഇലയും ഒക്കെ കിട്ടാവുന്ന കാഴ്ചകളാണ്. ഞാനെപ്പോഴും പച്ച പിടിപ്പിച്ച് വെക്കും എൻ്റെ വീടിൻ്റെ ചുറ്റും. അത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വേറെ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ പോവില്ല. വീടിന് പെയിൻറ്റും പച്ച, ഷീറ്റ് പച്ച, ബാക്കിയുള്ളിടത്തൊക്കെ ഓറഞ്ച് കളറ്. അപ്പോൾ ഈ പച്ച അതിൻ്റെ കൂടെ നല്ല ഭംഗിയുണ്ടാകും. വീട് പുഷ്പാഞ്ജലി എന്നുള്ള വീട്, തൃശ്ശൂരിൽ വീട്. എപ്പോഴും പച്ച ഉണ്ടാവും അതിൽ, ചെടികളും പഴങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു മുറ്റം. ചെടികളൊക്കെ ഞാൻ റോഡരികിൽ നട്ടു വെക്കും. എനിക്ക് എല്ലായിടവും ചെടിയും പച്ചപ്പുമായിട്ട് കാണാനാണ് ഇഷ്ടം. ഇതെൻ്റെ വീടാണ്. തൃശ്ശൂരിലെ വീട്. ഇതിൻ്റെ ചുറ്റും എപ്പോഴും ഒരു പച്ചപ്പുണ്ടാവും. ഇവിടെ നടന്നിട്ട് ഇതിലേക്ക് വന്ന് കയറുമ്പോഴും ഒരു തണുപ്പ് വരും. നല്ല ചൂടുകാലത്ത് ഞാനിങ്ങനെ ചെറിയ പോണ്ട് പോലെ ഇങ്ങനെ ടബിലൊക്കെ ജലസസ്യങ്ങൾ നട്ട് വളർത്തും. അപ്പോൾ ഒരു തണുപ്പാക്കും മുറ്റം നിറയെ. അപ്പോൾ ഇത് വാഴകളൊക്കെ മുന്നിൽ വെച്ചിട്ടുണ്ട്. വീട്ടിൻ്റെ ചെടികൾക്കിടയിലൂടെ അത് കുലച്ച് നിൽക്കുന്നു. ചെറിയ സാധനങ്ങളൊക്കെ നമ്മൾ നട്ടുണ്ടാക്കണം. അത് തൈമുളകാണ്. അതിന് പറിച്ച് നടണം. ഞാൻ പാകി മുളപ്പിച്ച് വെച്ചതാണ്. ഇതിനെയൊക്കെ നമ്മൾ നട്ടുണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് കഴിക്കാൻ കിട്ടുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതിനെയൊക്കെ വളർത്തുക. കണ്ടോ, നമ്മുടെ ഈ എല്ലാറിവാവ ഇങ്ങനെ പൂത്ത് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും പേരയ്ക്ക കിട്ടും. ഇടയ്ക്ക് പൂവും ഇടയ്ക്ക് കായും ഒക്കെ ആയിട്ട് അതൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണാൻ, കുഞ്ഞു തൈകൾ കായ്ച്ചു വെക്കുന്നതൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. എനിക്കിഷ്ടമാണ്. അതൊക്കെ വാങ്ങി മുറ്റത്ത് വെച്ച് പൂച്ചെടിയെ പോലെ വളർത്തിയെടുക്കും. ഇതിപ്പോൾ പറമ്പിൽ കുറേ നട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങ് പറമ്പിൽ നട്ടതൊന്നും നമുക്ക് തിന്നാൻ കിട്ടൂല. ഒക്കെ ഇങ്ങനെ വല്ല ഗ്രോ ബാഗിലൊക്കെ വെച്ചാലല്ലേ ഇവിടുന്ന് നമുക്ക് തിന്നാൻ കിട്ടുള്ളൂ. അപ്പം നമ്മൾ 4 എണ്ണം തിന്നാൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു 4 പേരൊക്കെ തൈ വെച്ചതാണ് മുറ്റത്ത്. വളമൊക്കെ ഇട്ട് കൊടുക്കും. ഹോം ഗ്രൗണ്ടിൻ്റെ തൈകളാണ്, നല്ല രസമുള്ള തൈകളാണ്. VNR ഗുവാവ. ഇതിൻ്റെ ഉള്ളിൽ മുള്ളാത്തയുടെ തൈയുണ്ട്, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈയുണ്ട്. ഒരു ഭാഗം പഴങ്ങൾക്ക് കൊടുത്തതാണ് മുറ്റത്ത്. പിന്നെ ജലസസ്യങ്ങൾക്കൊരു ഭാഗം, പിന്നെ പൂക്കുന്ന ചെടികൾക്കൊരു ഭാഗം, ഇലച്ചെടികൾക്കൊരു ഭാഗം. അങ്ങനെ മുറ്റത്തെ വീതിച്ചിട്ടിരിക്കുകയാണ്. ചെറിയൊരു മുറ്റേ ഉള്ളൂ, അതിലെല്ലാം ഉണ്ട്. കുറച്ച് ഇഞ്ചിയൊക്കെ നമ്മളൊരു ചട്ടിയിൽ നട്ട് വെച്ചാൽ
നമുക്ക് പെട്ടെന്നൊന്ന് പുളിയിഞ്ചി ഉണ്ടാക്കാനൊക്കെ തോന്നിയാൽ വേറെ എവിടെയും പോകണ്ടല്ലോ. കറികൾക്കൊക്കെ ഒരു കഷ്ണമൊക്കെ എടുക്കാൻ കുറച്ചൊക്കെ നമ്മൾ വാങ്ങും. എന്നാലും ഞാൻ കുറേ നട്ടുണ്ടാക്കും. എന്നാലും ചില സമയത്ത് ഇല്ലാതെയൊക്കെ വരും. എന്നാലും ഒരു 10 ചട്ടിയിലൊക്കെ നട്ടാൽ നമുക്ക് കുറേ രണ്ടാളുള്ള വീടല്ലേ, കുറേ ദിവസത്തേക്ക് ഉണ്ടാവും. എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടം. അതിൻ്റെ ഇലയൊക്കെ ഒരു പൂച്ചെടി പോലെ ഒരു ചട്ടിക്കകത്ത് ഇഞ്ചി, അതിൻ്റെ മണമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല. എൻ്റെയൊക്കെ അതിനെയൊക്കെ ഇടയ്ക്ക് തൊട്ട് തലോടി വെള്ളത്തിൽ ഞാനെങ്ങനെ സന്തോഷമായിട്ട് നടക്കും. എൻ്റെ പട്ടിക്കുട്ടി ഉണ്ടാവും കൂടെ. ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ കൃഷി ചെയ്യും. എൻ്റെ പട്ടിക്കുട്ടിക്ക് ഞാൻ പണിയെടുക്കാൻ പോയാൽ ഭയങ്കര ഉത്സാഹമാണ്. അതിൻ്റെ കൂടെ തന്നെ നടക്കും. ഇത് പുഷ്പാഞ്ജലി എന്നുള്ള എൻ്റെ തൃശ്ശൂർ വീടിൻ്റെ മുൻഭാഗം. ഇത് സൈഡ് ഭാഗത്തൊക്കെ നിറയെ കരിമ്പ് ഇങ്ങനെ പൂത്ത് കഴിച്ച് കിടക്കുകയാണ്. കരിമ്പൊക്കെ നാട്ടിലെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതല്ലാതെ നമ്മൾ കഴിക്കാറൊന്നുമില്ല. ഉണ്ടാക്കലാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം. ഇതുപോലെ ഒരു കൊല പഴുത്തിരിക്കുന്നത് എപ്പോഴും മിക്കവാറും ഉണ്ടാവും വീട്ടിൽ. ഒരു പഴുത്ത കൊല, കുറച്ച് പഴങ്ങളൊക്കെ കഴിക്കാം. പഴങ്ങളൊക്കെ വല്ലപ്പോഴും നമുക്ക് വാങ്ങിക്കേണ്ടി വരാറുള്ളൂ. ചെറിയ വീട്ടിൽ ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന അതൊക്കെ ഉണ്ടോ എൻ്റെ പട്ടിക്കുട്ടി. താങ്ക് യു. ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. താങ്ക് യു.